ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയായ ബൈജുവിനെ ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ അറസ്റ്റാണിത്. 2019 ജൂലൈ 19-ന് പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണുള്ളത്. എന്നാൽ മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്നെന്നാണ് വിവരം. ദ്വാരപാലക കേസിൽ മാത്രമല്ല, കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരവും ബൈജുവിന് അറിയാം എന്നാണ് SIT നിഗമനം. 2019-ൽ KS ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു. അതിനൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർ N വാസു എന്ന വമ്പൻ സ്രാവും ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത. 3ാം പ്രതിയായ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസ് 2019-ൽ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിലാണ്. N വാസു ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും വലങ്കയായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ആയതുകൊണ്ട് തന്നെ N വാസു അറസ്റ്റിലായാൽ അടുത്ത നീക്കം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. 2019-ൽ നടന്ന ഇത്രയും വലിയ കൊള്ളയിൽ ഒരു അവസാന തീരുമാനമെടുക്കാൻ കഴിയുന്നവരല്ല ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഭഗവാന്റെ സമ്പത്തിന്റെ ഒരു മല തന്നെ എടുത്തു കൊണ്ടുപോകുമ്പോൾ അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത പങ്കുപറ്റിയ വമ്പൻ ഉദ്യോഗസ്ഥർ വരെ അറസ്റ്റിലായി തുടങ്ങിയിരിക്കുന്നു. ഇനി N വാസുവും അറസ്റ്റിലാകും എന്നുറപ്പായി കഴിഞ്ഞു. അതിനുശേഷം ഈ സമയം മുഴുവൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി കുടുങ്ങുക തന്നെ ചെയ്യും. ദ്വാരപാലക ശില്പം അടക്കമുള്ള സംഭവങ്ങൾ ഏത് വ്യവസായിക്കാണ് മന്ത്രി വിറ്റതെന്ന് പറഞ്ഞു വെച്ച പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ശരിയാണെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയതാണ്. അതോടെ മന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരടക്കം കൂടെ ഉണ്ടായിരുന്ന ഒരു കള്ളന്മാരെയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരെയും പേര് സഹിതം പറഞ്ഞിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഒരാളും വീട്ടിലിരിക്കില്ല എന്ന് ഉറപ്പ് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിലെ 8ാം പ്രതിയായാണ് അക്കാലത്തെ ബോർഡിനെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ബോർഡും ബോർഡ് പ്രസിഡന്റും ബോർഡ് മന്ത്രിയും എല്ലാം ജയിലിനകത്തേക്കുള്ള യാത്രയിലാണ്. അന്വേഷണ സംഘം അത്രയും നല്ല അന്വേഷണമാണ് നടത്തുന്നത്. മുൻ മന്ത്രി ഇപ്പോൾ MLA ആണ് എന്നുള്ളത് അറസ്റ്റ് എങ്ങാനും നടന്നാൽ കാലാവധി തീരുന്നതിന് മുൻപ് പിണറായിക്ക് പരാജയം സമ്മതിക്കേണ്ടി വരും എന്നുറപ്പാണ്. കാരണം അറസ്റ്റിലായവരും അറസ്റ്റിലാകുന്നവരും പിണറായി വിജയന്റെ സ്വന്തക്കാരാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ പിണറായി സർക്കാരിന് അഗ്നി പരീക്ഷണമാണ് എന്ന് തന്നെ തീർത്തു പറയാം.